എല്ലാവരുടെയും നല്ല ട്രീറ്റ്. ഈ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു നല്ല ഇടപെടലുണ്ട്. പിള്ളേർ സെറ്റ് നല്ലൊരു നമ്മളോട് ബിഹേവ് ചെയ്യുന്നതേ. ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. ഷാനു സമദ് വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ. അവിടെ ചെന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ്, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, നല്ല സൂപ്പർ ടേസ്റ്റും അതിൻ്റെ കൂടെയുള്ളൊരു അച്ചാറും പറയാതിരിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഇത് ആരുടെ കേറ്ററിങ്ങിനാന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ അയാൻ കേറ്ററിംഗ് ആണെന്ന്. നമ്മുടെ അൻസാരി അണ്ണൻ്റെ നടക്കൽ. അവിടെ കൂടിയ ഓരോരുത്തർക്കും പറയാനുള്ളത് അവരുടെ ഫുഡിനെ കുറിച്ചായിരുന്നു. നല്ല ഫുഡാണ്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നാണം പിള്ളേർക്ക്. വാടി, എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ അടിപൊളി ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണി കഴിച്ചത്, ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു. നല്ലല്ലായിരുന്നോ? ഇതിനു മുമ്പ് വേറെ കേറ്ററിംഗ് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. നല്ലല്ലേ? നല്ല ഫുഡായിരുന്നു. ആണോ? ചോറ് സൂപ്പർ. നല്ലതാണോ? വെറും ചോറ് എന്തൊക്കെയായിരുന്നു കറി? ഉണ്ടായിരുന്നേ? വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? അവിയലും സാമ്പാറും. പറഞ്ഞോ. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡാ, അടിപൊളിയല്ലേ? ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ബിരിയാണി. അച്ചാർ എങ്ങനെ ഉണ്ടായിരുന്നേ? ഇതിനു മുമ്പ് ഈ അയാൻ കേറ്ററിംഗിനെ കഴിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം അല്ലേ? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഒന്നും പറയില്ല, വയറ് പറഞ്ഞിട്ടെ. അൽഹംദുലില്ലാ, നല്ല സൂപ്പർ ഫുഡ്. നമ്മുടെ സുഹൃത്തും ഒക്കെ ഫുഡ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇനി ആരാ പറയാം? ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇവിടെ അർത്ഥത്തിലാണ് ഇവിടെ ഒട്ടൊക്കെ നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡ്, നല്ല ട്രീറ്റ് ആയിരുന്നു. എല്ലാവരുടെയും നല്ല ട്രീറ്റ്. ഈ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു നല്ല ഇടപെടലുണ്ട്. പിള്ളേർ സെറ്റ് നല്ലൊരു നമ്മളോട് ബിഹേവ് ചെയ്യുന്നതേ അത്രയും പെർഫെക്റ്റായിട്ടാണ്. ചിലയിടത്ത് സ്റ്റാഫൊക്കെ വരുമ്പം ശിവന്മാർ നല്ലപോലെ ഒരു എല്ലാവരെയും ഒന്ന് ട്രീറ്റ് ചെയ്യുന്നു. പിള്ളേർ വെഞ്ചോറ് സൂപ്പറായിരുന്നു. ആ പിള്ളേരും ആ വെഞ്ചോറ് നിൽക്കുന്ന പിള്ളേരൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുക. എല്ലാവരും ആ കറക്റ്റ് സമയത്ത് എത്തേണ്ടടുത്ത് കറക്റ്റായിട്ട് ഇമാരെ എത്തിച്ചല്ല. ഇനി ആരെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കാൻ ഏത് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് നമ്മളിത് പറയും. അല്ല പിന്നെ 100% ഭക്ഷണത്തിൻ്റെ നല്ല മെയിൻ നമ്മളോട് ഇടപെടുന്ന രീതിയാണ്. സ്റ്റാഫ് നല്ല പക്കായ, അമ്മമാർ നല്ല ഡീസൻറ്റ് പിള്ളേരായിരുന്നു. നല്ല രീതിക്ക് അമ്മമാർ ഇടപെട്ട് എല്ലാവർക്കും നല്ലപോലെ ട്രീറ്റ് ചെയ്തു. നല്ല മിടുക്കന്മാർ പിള്ളേരായിരുന്നു സ്റ്റാഫ്. അതാണല്ലോ ഒരു മുതലാളിയുടെ വിജയം എന്ന് പറയുന്നത്. അവൻ്റെ സ്റ്റാഫാണ്. കുറേ സ്റ്റാഫാണല്ലോ മുതലാളിമാരുടെ വിജയം എന്ന് പറയുന്നത്. സ്റ്റാഫ് പോയാൽ മുതലാളി പോയി, പക്ഷേ പിള്ളേർ നല്ല സ്ട്രോങ് പിള്ളേരായിരുന്നു. നല്ല രീതിയിൽ അമ്മമാർ ഇടപെട്ടെ, കുഴപ്പമില്ല. ഫുഡായിരുന്നു, നല്ല ട്രീറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. കൂടുതലൊന്നും പറയാതെ അടിപൊളി ഫുഡായിരുന്നു. കഴിച്ച ഫുഡ് അങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സൂപ്പർ ഫുഡാണ്, ഒന്നും പറയാനില്ല. അടിപൊളി സൂപ്പർ. നിങ്ങൾ കേട്ടല്ലോ, എല്ലാവർക്കും അവരുടെ ഫുഡിനെ കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇനി ഏതൊരു ഫംഗ്ഷൻ വന്നാലും ഞങ്ങൾ അയാൻ കേറ്ററിങ്ങിനെ തന്നെ സമീപിക്കുകയുള്ളൂ. ഞാൻ അവരുടെ പേജ് ഇവിടെ കൊളാബ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക. അത്രയും അടിപൊളി ഫുഡാണ്.